ഹായ് ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ പെട്ടെന്നാണ് വിളയിൽ പോയി നോക്കിയപ്പം ഒരു സാധനം കിട്ടിയത്. കൂൺ. നമ്മുടെ വിളയിലുണ്ടാകുന്ന കുമ്പിളാണിത്. ഇത് വെച്ച് ജസ്റ്റ് പെട്ടെന്ന് ഒരു വിഴുക്ക് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ഒരു കുഞ്ഞു കൂൺ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു റെസിപ്പി ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ മൂട് ഭാഗത്ത് താഴ്ഭാഗത്ത് ഇവിടെ കുറച്ച് മണ്ണിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് അരിഞ്ഞ് കളഞ്ഞിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇനി ഇത് അരിഞ്ഞ് എടുത്തതിനെ നമ്മൾ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പാർട്സാക്കി ഇളക്കി എടുക്കണം. അതായത് കുഞ്ഞായിട്ട് നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കണം. നമുക്ക് ഒടിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാം. ഇനി അതെടുത്ത ശേഷം അതിൻ്റെ ഞെട്ടും അത് കണക്ക് നമ്മളിങ്ങനെ കീറുക. ഇങ്ങനെ കീറിയ ശേഷം ഒരു 2-3 പീസാക്കി ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുത്താൽ മതി. ഒടിച്ചൊടിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തൊപ്പിയുടെ ഭാഗവും ഞെട്ടിൻ്റെ ഭാഗമായിട്ട് ഇത്രയും മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത് വെച്ചിട്ട് ഒരാൾക്ക് കഴിക്കാവുന്നതേ കിട്ടുള്ളൂ. അത് വേറൊരു കാര്യമാണ്. ഒരാൾക്ക് കഴിക്കാതെ മാത്രമേ കിട്ടേക്ക് വേണ്ടത്. ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും ഈ ഉള്ളി കുഞ്ഞായിട്ട് ഒന്ന് കീറിയിടണം. ഈ മുളകും ഒന്ന് വട്ടത്തിന് അരിഞ്ഞിടണം. ഞാൻ പകുതി മുളക് അരിഞ്ഞോളൂ കേട്ടോ, നേരത്തെ എടുത്തതെന്ന്. എൻ്റെ ഉള്ളിയും മുളകും കൂടി കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിനെ വരട്ടിയെടുക്കാം. സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. 1 സ്പൂൺ മതി കേട്ടോ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് 1 സ്പൂൺ മാത്രം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇടാൻ പാടില്ല. ഇതിന് കടുക് ഇടാൻ പാടില്ല. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ഉള്ളത് എണ്ണയിലോട്ട് ഇടും. തീ കുറച്ചിടണം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കും. എണ്ണയിൽ തന്നെ വറക്കിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കി ഒത്തിരി നേരം വേണ്ടത് വളരെ കുറച്ചൊരു മൊത്തത്തിൽ ഒരു 2 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ഉപ്പ് ഇടാം. ഇനി ഇതിൽ കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കും. കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അല്പം ഉപ്പ് മാത്രം ഇട്ടാൽ അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായി ഇനി ഇതിലോട്ട് നമുക്ക് കൂണിട്ട് കൊടുക്കാം. അത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചു വേണം ഇടാൻ. ഒരു പിഞ്ച് ഉപ്പ് ഇടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചേ ഉള്ളത് കൊണ്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകാൻ സാധ്യത. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെയും നമുക്ക് ഈ കൂൺ നല്ല സോഫ്റ്റാണ്. അപ്പോൾ പിന്നെ വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കണ്ടോ, നമ്മുടെ കൂൺ പെരട്ടതെന്ന് പറയാൻ പറ്റില്ല. വിഴുക്കുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു കൂണല്ലേ കിട്ടിയത്, ഇത്രയേ ഉള്ളൂ. അതുപോലെ വിളയിലൊക്കെ ഇറങ്ങി നോക്കുക. ഇതുപോലത്തെ കുമ്പളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാ കുമ്പളും എടുത്ത് ഇങ്ങനെ കഴിക്കരുത്. കഴിക്കാൻ ഞാൻ കാണിച്ച കുമ്പള് അത് കഴിക്കാൻ പറ്റുന്ന കുമ്പളാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.